ഹായ്, ഞാനിന്ന് തായ്ലൻഡിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എൻ്റെ ഹെയർ ക്ലിപ്സാണ്. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ വലിയ ആൾക്കാർക്കും യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള അങ്ങനെ പൊതുവേ നാട്ടിൽ കാണാത്ത ടൈപ്പ് ഒരു രണ്ട് ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ അങ്ങ് എടുത്തേ ഉള്ളൂ. ഇത് അവിടുത്തെ ഫേമസ് ഷോപ്പിംഗ് മോളാണ്, പ്ലാറ്റിനം മോൾ എന്ന് പറയും. വൺ ഓഫ് ദ ബിഗ്ഗർ ഷോപ്പിംഗ് മോൾ ഇൻ തായ്ലൻഡ്. നാട്ടിൽ നിന്ന് ടൂറിസ്റ്റുകളെല്ലാം തന്നെ പോയി ഷോപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് മോൾ തന്നെയാണത്. ഭയങ്കര വലിയ ഷോപ്പിംഗ് മോളാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് അവർ പറയുന്നത്. ബിഗ്ഗർ ഷോപ്പിംഗ് മോൾ ഫോർ ഏഷ്യൻസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലും. പക്ഷേ നമുക്ക് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടില്ല. ഒത്തിരി പ്രൈസിയാണ് എല്ലാ സാധനങ്ങളും. പക്ഷേ ഭയങ്കര കളക്ഷൻസ് ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയി പോകുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു 20 തായ് ബാത്തിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതായത് എന്തെടുത്താലും 20 തായ് ബാത്ത്. ആ ഷോപ്പിൽ നിന്ന് എന്തെടുത്താലും 20 തായ് ബാത്തേ ഉള്ളൂ. അത് ഭയങ്കര അഫോർഡബിൾ ആൻഡ് റീസണബിൾ ആണ്. അവിടെ നിന്ന് എടുത്തതാണ് ഈ രണ്ട് ഹെയർ ക്ലിപ്സ്. ഇതിന് 20 തായ് ബാത്തിന് 2 എണ്ണം, ഇതും അതുപോലെ തന്നെ 2 എണ്ണം 20. ഒരുപാട് ഹെയർ ക്ലിപ്സുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതെടുക്കണമെന്ന്. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത 2 ഹെയർ ക്ലിപ്സാണ്. ഈ ടൈപ്പ് ഹെയർ ക്ലിപ്സ് ഞാൻ അധികം അങ്ങനെ നമ്മുടെ നാട്ടിലോ ഓൺലൈനിലോ ഒന്നും കണ്ടിട്ടില്ല. ഒരു ഭയങ്കര സ്ലീക്ക് ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഗോൾഡൻ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് നല്ല രസമുള്ള 2 ഹെയർ ക്ലിപ്സ്. അത് 2 എണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ എല്ലാം നല്ല പ്രൈസി ആയത് കാരണം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഡ്രസ്സുകൾ കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പിംഗ് മോൾ എവിടെയാണെന്ന് ഞങ്ങൾ അന്വേഷിച്ച് നടന്നപ്പം അവിടെ തൊട്ടടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിൽ ഇന്ദിരാ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു മാളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ ഞങ്ങളിങ്ങനെ തിരിഞ്ഞ് നടന്ന് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി ഞാൻ മോൾക്ക് ഒരു ഡ്രസ്സ് എടുത്തതാണിത്. ഇതൊരു ജീൻസിൻ്റെ ഷോർട്ട്സും അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്ന ടോപ്പും പിന്നെ അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാഗും. ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ടായിരുന്നു, സെയിം കോമ്പിനേഷനിൽ. ഈ പിങ്കിന് പകരം വൈറ്റായിരുന്നു ആക്ച്വലി കുറച്ചുകൂടെ ഭംഗി. പക്ഷേ കുട്ടികൾ വൈറ്റ് എടുത്ത് പെട്ടെന്ന് അങ്ങ് മുഷിയും. പിന്നെ വൈറ്റ് ഓൾറെഡി കുട്ടിക്ക് ഉള്ളത് കാരണം ഞാൻ പിങ്ക് ഓപ്റ്റ് ചെയ്തതാണ്. ഒരുപാട് ഡ്രസ്സുകൾ, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇത് നല്ല ഭംഗിയാണ്, മുകളിട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് പട്ടായയിൽ ഞങ്ങൾ വെറുതെ ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ച ഒരു ഡെനിം സ്കേർട്ടാണ്. അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. അതൊരു സ്ട്രീറ്റ് ഷോപ്പാണ്. അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ ഇങ്ങനെ 2 സൈഡിലും എക്സിബിഷൻസ് പോലെ ഇങ്ങനെ സ്റ്റോളുകൾ കെട്ടിയിട്ട് അവരവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് മേടിച്ച ഒരു ഡെനിം സ്കേർട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ഇതും അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത്. അപ്പം ഇതാണ് ഞാൻ തായ്ലൻഡിൽ നിന്ന്